ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് കക്കാടംപുഴയിലെ ഫോഗി മൗണ്ടെയിനിലാണ്. അപ്പം ഞങ്ങൾ ആദ്യം അങ്ങോട്ട് ചെന്നപ്പോൾ തന്നെ ചിൽഡ്രൻസ് പാർക്കൊക്കെയാണ് കയറിയത്. അവിടെ കുറേ നേരം കളിച്ച് എല്ലാ സംഭവങ്ങളിലും കയറി. ഞാനും എൻ്റെ അനിയത്തിയും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വേറെ സംഭവങ്ങളിലൊക്കെ പോയിട്ടോ. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് അങ്ങനെ പേടിയൊന്നും ഇല്ല. എനിക്ക് ഇങ്ങനത്തെയൊക്കെ ചെയ്യണത് ഭയങ്കര അഡ്വഞ്ചർ ആക്ടിവിറ്റീസൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എനിക്ക് ഇതിലൊക്കെ കയറുന്നതും അതൊക്കെ നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പറഞ്ഞ് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞു കൊണ്ടുവന്നതാണ് ഈ ഫോഗി മൗണ്ടെയിനിൽ. ഇതിവിടെ ഇങ്ങനെ പാർക്ക് പോലെ മാത്രമൊന്നും അല്ല കേട്ടോ, അഡ്വഞ്ചർ ആക്ടിവിറ്റീസും ഉണ്ട്. അപ്പോൾ പിന്നെ ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മൾ എൻട്രി ഫീസ് കൊടുത്തുകൊണ്ട് കയറിയാൽ നമുക്ക് എല്ലാ അവിടുത്തെ ആക്ടിവിറ്റീസും നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ ഉപയോഗിക്കാനുള്ളതാണ് കേട്ടോ. എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് ഇവിടെ. അത് കഴിഞ്ഞ് ആ പാർക്കിലൊക്കെ കയറി എല്ലാത്തിലും കയറിയിട്ട് ഞാനും എൻ്റെ ഉപ്പയും ഈ ഒരു സംഭവത്തിലാണ് കയറിയത്. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വീഴൊന്നുമില്ല, പക്ഷേ നമ്മളിങ്ങനെ ടയറുമ്മക്കൂടെയൊക്കെ നടക്കണം. കുറച്ച് ധൈര്യമുള്ളവർക്കൊക്കെയാണ് നടക്കാൻ പറ്റുള്ളൂ. ഈ അടിയത്തതൊക്കെ പിന്നെ എല്ലാവർക്കും പറ്റും. പക്ഷേ ഇതിപ്പോൾ ഞാൻ പോണത് കുറച്ചുകൂടി മുകളിൽ കൂടെയാണ്. അപ്പോൾ അടിയിലേക്ക് നോക്കുമ്പോൾ കുറച്ചൊന്ന് പേടിയാവും. പക്ഷേ എനിക്ക് അതൊന്നും വല്ലാതെ പേടിയൊന്നും ആയിട്ടില്ല. പിന്നെ എൻ്റെ മുമ്പിൽ തന്നെ എൻ്റെ ഉപ്പച്ചിയുണ്ട്. എൻ്റെ അനിയത്തി ഉമ്മയും കയറിയിട്ടില്ല. പിന്നെ ഇതും അതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ. ഇവിടെയാണ് എനിക്ക് കുറച്ചൊന്ന് പേടിയായത്. എന്നാലും ഞാൻ കയറിയിട്ടുണ്ട്. എൻ്റെ അനിയത്തി ആണെങ്കിൽ ഇതിലൊന്നും കയറിയിട്ടില്ല. അവൾക്ക് എന്നാൽ അവൾ ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് പിന്നെ അവൾക്ക് ഇതൊക്കെ ചെറുതായിട്ടൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വാലയമ്മ പോലത്തെ ഈ സാധനത്തുമ്പോൾ പിടിച്ച് കയറുമ്പോൾ ഞാനിങ്ങോട്ട് മറിയുന്ന പോലെയൊക്കെയാണ് എനിക്ക് തോന്നുന്നത്. ആകെ പേടിയായി. പിന്നെ എന്തോ പോലെ തോന്നുകയാണ്. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ കയറിയിട്ടുണ്ട്, അതൊക്കെ പൂർത്തിയാക്കിയിട്ട് ഫൈനലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കയറിയത് ഇങ്ങനെ ഒരു സംഭവത്തിലാണ്. അപ്പോൾ ഇതിൽ 4 ആൾക്കാണ് കയറാൻ പറ്റുക. പക്ഷേ എൻ്റെ ഉപ്പച്ചി എൻ്റെ അനിയത്തിനെ മടിയിൽ വെച്ചിട്ടായിരുന്നു കൊണ്ടുപോയത് കേട്ടോ. 4 ആൾക്കല്ല, 3 ആൾക്കാണ് കയറാൻ പറ്റുക. അത് കഴിഞ്ഞ് ഞങ്ങൾ 3Dയിൽ കയറി. അപ്പോൾ ഇതാണ് 3D. ഇതിലും ഞാനും എൻ്റെ ഉപ്പച്ചിയും മാത്രമേ കയറിയിട്ടുള്ളൂ. എൻ്റെ അനിയത്തിക്ക് 3D ഒക്കെ ചെറുതായിട്ടൊരു പേടിയാണ്. അപ്പോൾ പിന്നെ ഞാൻ ഇതിലാണ് കയറിയത്. ഇതിലൊരു കോമഡി ഉണ്ട്. കാരണം ഞാൻ കുറച്ച് ഹൈറ്റ് കുറവായതുകൊണ്ട് എനിക്ക് എൻ്റെ കാല് തറയെ തട്ടണില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഞാൻ സിപ്പ് ലൈനിൽ പോണ പോലെ ചെറുതായിട്ട് കാല് പൊക്കിയിട്ടാണ് പോയത്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഈ സ്കൈ സൈക്കിളിൽ പോയി. ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അവിടെ എത്തിയപ്പോഴും ആദ്യം എനിക്ക് അങ്ങനെ വെയ്ക്കൂല എന്നൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം അങ്ങനെ കുട്ടികളൊന്നും കയറുന്ന ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് പിന്നെ ഞാൻ എന്തായാലും കയറി നോക്കിയപ്പോൾ കൺസിസ്റ്റൻ്റായി ചവിട്ടി വന്നപ്പോൾ എനിക്ക് ഇഷ്ടമായി. നല്ല രസമുണ്ടായിരുന്നു. അടിക്കൊക്കെ നോക്കുമ്പോൾ നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതും കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഫോഗി മൗണ്ടെയിൻ്റെ ഏറ്റവും ടോപ്പ് കയറി. അപ്പോൾ അവിടേക്ക് കയറിയപ്പോൾ അവസ്ഥയാണ് ഫുള്ള് മഞ്ഞ്. ഭയങ്കര തണുപ്പും ഉണ്ടായിരുന്നു, ഫുള്ള് മഞ്ഞ്. കണ്ടോ, ഇതിൻ്റെ അടിയിലേക്ക് നോക്കിയാൽ നല്ല രസമാണ്. ഇതിപ്പോൾ ഞങ്ങൾ ഏറ്റവും ടോപ്പിലേക്ക് എത്തിയേക്കാണ്. അത് കഴിഞ്ഞിട്ട് ഈ ബുൾ റൈസിലും കയറി. ഈ ബുൾ റൈസിൽ ആദ്യം ഞാൻ കരുതിയത് ഇങ്ങനെ കറങ്ങൽ മാത്രമേ ഉള്ളൂ എന്നാണ്. പിന്നെ അതുകൊണ്ട് നല്ലോണം കുലുങ്ങൽ തുടങ്ങിയപ്പോൾ എനിക്ക് പിടിച്ചിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ അപ്പം തന്നെ വിട്ടു. പിന്നെ എൻ്റെ ഉപ്പച്ചിയും കയറിയിരുന്നു. ഉപ്പച്ചി എന്നെക്കാട്ടിലും നേരം പിടിച്ചു നിന്നു കേട്ടോ. ഞാൻ പെട്ടെന്ന് അതിമന്ന് പോന്നു. എനിക്ക് അങ്ങനെ പിടിച്ച് നിന്നിട്ടില്ല. പിന്നെ എനിക്ക് കുറച്ച് തലകറങ്ങലും അങ്ങനെയൊക്കെ ഉണ്ട് ഇങ്ങനത്തെ ഒരു സംഭവത്തിൽ കയറിയാൽ. അത് കഴിഞ്ഞിട്ട് ഞാൻ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ, കിഡ്സിൻ്റെ ബോട്ടിലാണ് കയറിയത്. ഇതൊക്കെ എനിക്ക് ഇഷ്ടമാണ്.
അപ്പോൾ വെറുതെ കണ്ടപ്പോൾ ഒന്ന് കയറി നോക്കിയതാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ പൂളിൽ കയറി. പൂളിൽ കുറേ നേരം നിന്നില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഭയങ്കര തണുപ്പായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഈ ബോട്ടിലും കൂടി കയറി.